കൊച്ചി വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി അതിലേക്ക് ലഹരി എത്തിക്കുന്ന പ്രധാന വിതരണക്കാരൻ കെവിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കഴിഞ്ഞ ഒരു വർഷം മാത്രം കെവിൻ നടത്തിയത് 20 ലക്ഷത്തിലധികം രൂപയുടെ ഡീലുകൾ എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. എസ് രാഗിൻ കൂടുതൽ വിവരങ്ങൾ നൽകും. രാഗിൻ, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് ഈ ഡ്രഗ് മാഫിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളത്. അത്രയേറെ പിടിമുറുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒഡീഷയിൽ നിന്നടക്കം വനമേഖലയിൽ നിന്നൊക്കെ മലയാളിയെയാണ് അന്വേഷണ സംഘങ്ങൾ പൊക്കിയത്. കോടികളുടെ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്ന ആളുകൾ. ഇപ്പോൾ ഈ കെവിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? നേരത്തെ ഈ ഡ്രഗ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് 8 പേർ പിടിയിലായിരുന്നു. അതിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരുന്നു, കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിഭാഷകരും അടക്കം ഉണ്ടായിരുന്നു. അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഷോണായിരുന്നു അത് ഹോസ്റ്റ് ചെയ്തിരുന്നത്. അതിനെ തുടർന്നുള്ള അന്വേഷണം മുന്നോട്ട് നീക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കെവിൻ എന്നയാൾ പിടിയിലായത്. അതായത് ഈ ഷോണുമായി വലിയ കണക്ഷനുള്ള ആളാണ് കെവിൻ. ആ കെവിനെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇപ്പോൾ കെവിനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. കെവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനം. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം കെവിൻ നടത്തിയത് ഏകദേശം 22 ലക്ഷത്തോളം രൂപയുടെ അല്ലെങ്കിൽ 20 ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകളാണ്, ഡീലുകളാണ് എന്നതാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങളുടെ ഡീലിംഗ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത്. ഇയാളെ പിടികൂടുന്ന സമയവും 194 ഗ്രാമോളം MDMA പിടികൂടിയിരുന്നു, എക്സ്റ്റസിയും അടക്കം പിടികൂടിയിരുന്നു. ഈ ഷോണുമായി ഇയാൾക്ക് ഏകദേശം 2 വർഷത്തിലധികം ബന്ധമുണ്ട്, 2 വർഷക്കാലത്തിലധികം ബന്ധമുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അവർക്ക് ലഹരി എത്തിച്ചിരുന്നത്, ഷോണിനും ഉൾപ്പെടെയുള്ള സംഘത്തിന് ലഹരി എത്തിച്ചിരുന്നത് ഇയാളായിരുന്നു, കെവിനായിരുന്നു എന്നതാണ് ബോധ്യമാകുന്നത്. ഈ നൈറ്റ് പാർട്ടികളിലെ പ്രധാന ഒരു ഡ്രഗ് ഡീലറായിരുന്നു കെവിൻ എന്ന വിവരം കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും കസ്റ്റഡിയിൽ വാങ്ങലും ഒക്കെ ഉണ്ടാകും. ഈ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂടുതൽ ആളുകൾ ഇതിലുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കും. നേരത്തെ ഈ ക്രൂയിസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഷോണുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ബോധ്യമായിരുന്നു. അതിലേക്കടക്കം ആ ക്രൂയിസ് പാർട്ടിയിലേക്കടക്കം ലഹരി വിതരണം ചെയ്തിട്ടുണ്ട് എന്ന അനുമാനങ്ങൾ, ഈ കെവിൻ വിതരണം ചെയ്തിട്ടുണ്ടെന്ന അനുമാനങ്ങൾ അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് കെവിൻ്റെ കസ്റ്റഡിയിൽ ഇൻട്രോഗേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ശരി. എന്തായാലും പ്രധാന വിതരണക്കാരനാണ് ഇയാൾ. ഒരു വർഷം മാത്രം 20 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തി. ഇത്രയും കാലം അയാൾ എത്ര രൂപയുടെ ഇടപാടുകൾ, അത് എത്ര ആളുകളുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാവുന്നത്.